നവകേരളത്തിൻ്റെ തുടർച്ചയിൽ ഈ അധ്യയന വർഷവും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തലയുയർത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയായി നടപ്പിലാക്കി വന്ന പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായ ഉണർവ്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായ മെച്ചം, കുട്ടികളുടെ എണ്ണത്തിലുണ്ടായ വർധന, മുടങ്ങാതെ ലഭ്യമായ പാഠപുസ്തകങ്ങൾ, കുഞ്ഞുങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ലാബ് സൗകര്യങ്ങൾ, ടിങ്കറിംഗ് ലാബ് ഉൾപ്പെടെയുള്ള സവിശേഷമായ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമെല്ലാം വളരെ മെച്ചപ്പെട്ട നിലയിൽ 2026-27 അധ്യയന വർഷവും നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്ത് തലയുയർത്തി കേരളത്തിലുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനോടും കേരളത്തിലെ നിലവിലെ ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വർഷം ഉള്ളതുപോലെയെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിർത്താൻ അവർ പരിശ്രമിക്കണമെന്നാണ്. പുതുതായി ഒരു കല്ലുപോലും എടുത്തു വെച്ചില്ലെങ്കിലും ഉള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാതിരിക്കാൻ ക്രിയാത്മകമായ ഇടപെടലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തലയുയർത്തിക്കാൻ ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോഴും വലിയ പണിപ്പെട്ട പ്രയത്നങ്ങളില്ലാതെ അവർക്ക് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ കഴിയുന്നു. പാഠപുസ്തകങ്ങൾ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കാൻ കഴിയുന്നു. മനോഹരമായ ക്ലാസ് മുറികളിലേക്ക് കുഞ്ഞുങ്ങളെ വരവേക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതെല്ലാം നിലനിർത്തണം. ഇത് നിലനിർത്തുക എന്നുള്ളതാണ് പുതിയ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പുതുതായി ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ സൗകര്യങ്ങൾ നിലനിർത്താൻ ആവശ്യമായ സമീപനം കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ പോസിറ്റീവായി, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ പോസിറ്റീവായി ഈ കാര്യങ്ങളെല്ലാം കാണും. ഞങ്ങൾ SFIക്കെതിരായി മൃഗീയമായ ആക്രമണം കേരളത്തിലെ പല ഭാഗത്തും പോലീസ് ഉപയോഗിച്ച് അവർ നടത്തുമ്പോഴും ഞങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളെ പോസിറ്റീവായി കാണുകയാണ്. ഒന്നിനെയും നെഗറ്റീവായി കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നല്ല ഗുണപരമായ മാറ്റങ്ങൾ പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയത്തുടർച്ചയിൽ പെൺകുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് കൂടി ആർത്തവാവധി ഇപ്പോൾ വിപുലീകരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചോ, നടപ്പിലാക്കണം. ഇപ്പോൾ ആ മുന്നണിക്കകത്തുനിന്ന് തന്നെ ചില അബദ്ധസ്വരങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി പ്രഖ്യാപിച്ച പ്രഖ്യാപനം ധൈര്യത്തോടെ നടപ്പിലാക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാവണം. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് 2023 കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും പെൺകുട്ടികൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ചത്. വളരെ ക്രിയാത്മകമായ പ്രവർത്തനമാണ്. 75% അറ്റൻഡൻസ് എന്നത് 73 ചുരുക്കി 2% അറ്റൻഡൻസ് പെൺകുട്ടികൾക്ക് ആർത്തവാവധിയിൽ പരിഗണിക്കണമെന്ന ക്രിയാത്മക നിർദ്ദേശം ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു. ആ നയത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ആ നയം കേരളത്തിലെ വിദ്യാർത്ഥിനികൾ, സ്ത്രീകൾ, പൊതുസമൂഹം ആകെ ഏറ്റെടുത്തു. അതിൻ്റെ ഒരു നയത്തുടർച്ച ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ നയത്തുടർച്ച ഉണ്ടാവണം. ഇടതുപക്ഷ നയം അത് ഗുണകരമായ മാറ്റത്തിലാണ് നാട്ടിലാകെ വഴിവെച്ചിട്ടുള്ളത്. ആ ഗുണകരമായ ഇടതുപക്ഷ നയം കേരളത്തിലെ ഗവൺമെൻറ് തുടരാൻ തയ്യാറാവണം. ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. ആ സാധാരണക്കാരുടെ മക്കളെ കൈവിടുന്ന ഒരു സമീപനവും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കരുത്. അത് സ്വീകരിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാവും. അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. കൂടുതൽ SFI നേതാക്കളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന നിലയിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന തോന്നലുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ അനീതികൾക്കെതിരായി എന്നാണ് വിദ്യാർത്ഥി സംഘങ്ങൾ സമരം ചെയ്യാത്തത്. ഇപ്പോൾ അടുത്ത കാലത്ത് സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇപ്പോൾ നീറ്റ് വിഷയം, NDA വിഷയം, സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരമുഖത്തേക്ക് വരേണ്ട ഒരു കാര്യമല്ലേ. ഇപ്പോൾ രാജ്യത്ത് തന്നെ രാഹുൽ ഗാന്ധി കുറേ ഇടപെടൽ നടത്താൻ വേണ്ടി ഒരു പരിശ്രമം നടത്തും. ഞങ്ങളതിനെ പോസിറ്റീവായി കാണുന്നവരാണ് CBSE വിഷയത്തിൽ. പക്ഷേ കേരളത്തിലെ KSUവിൻ്റെ സ്റ്റാൻഡ് എന്താ? ഒരു സമരം കേരളത്തിലെ KSU നടത്തുന്നത് നിങ്ങൾ കണ്ടോ? അപ്പോൾ SFI ഈ രാജ്യത്താകെ ഉയർന്നിരുന്ന വിഷയം ഏറ്റെടുത്ത് സമരം കേരളത്തിൽ നടത്തുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടല്ലേ ഇവിടുത്തെ കോൺഗ്രസ് കാണേണ്ടത്. UDF ഗവൺമെൻറ് എന്ന് മാറ്റി നിർത്തിയാൽ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷങ്ങളിൽ കോൺഗ്രസ് കാണേണ്ടത്. പക്ഷേ അത്തരം സമരങ്ങളോട് പോലും, ആ സമരങ്ങൾ ഏറ്റെടുക്കുന്ന SFIയോട് പോലും വളരെ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുകയാണ്. ഇപ്പോൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം വരുന്ന കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവൻ പ്രചരിപ്പിക്കുന്നത് SFIക്കാർക്കൊന്നും അക്രമം ഏൽക്കുന്നില്ല, വെറുതെ SFIക്കാർ നടക്കണം. എൻ്റെ കൈ ഞാനിപ്പോൾ നിങ്ങളെ തുറന്നും കാണിക്കുന്നില്ല. ഇപ്പോഴും അന്നത്തെ മർദ്ദനത്തിൻ്റെ ഭാഗമായി നീര് കയ്യിലിട്ട്. ഞങ്ങളിതൊന്നും ആവശ്യമില്ലാതെ ഇതിനകത്ത് കേരളത്തിനകത്ത് പ്രചരിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നവരെയല്ല. ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. ഞങ്ങളത് ഏറ്റുവാങ്ങുകയും ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം? ഇങ്ങനെ കേരളത്തിൽ SFIയെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തി KSUവിന് വളരാൻ വകുപ്പുണ്ടാക്കാം എന്നാണോ മുൻകാല KSU നേതാക്കന്മാർ വിചാരിക്കുന്നത്? അവരിതിനെയൊക്കെ പോസിറ്റീവായി കാണണ്ട. അവർ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവരല്ല. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയ സമരങ്ങളെ പോസിറ്റീവായി കാണുന്നതിന് പകരം കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ക്രിയാത്മകമായ ചെറുത്തുനിൽപ്പുകളെ, പ്രതിരോധങ്ങളെ, സംഘപരിവാറിനെതിരായി നടത്തുന്ന പോരാട്ടങ്ങളെ പോസിറ്റീവായി കാണുന്നതിന് പകരം അത് SFI ആയതുകൊണ്ട് അടിച്ചമർത്തി കളയാമെന്ന സമീപനം കേരളത്തിലെ UDF ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അവരുടേതായ നയത്തിന് വിരുദ്ധമാണ്. അതാ പ്രശ്നം. അവരുയർത്തിപ്പിടിക്കുന്ന നയത്തിന് വിരുദ്ധമാണ്. ആ നയത്തിന് വിരുദ്ധമായ സമീപനം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഹരിപ്പാട് മണ്ഡലം ആരുടെ മണ്ഡലമാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്.
ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ കാർത്തികപ്പള്ളി UP സ്കൂളിൽ അദ്ദേഹമാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. നല്ല കാര്യം. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന പ്രവേശനോത്സവത്തിൽ SFIക്കാർ അവിടുത്തെ വരുന്ന വിദ്യാർത്ഥികൾക്ക് മുട്ടായി കൊടുക്കാൻ വേണ്ടി പോയി. എല്ലാ സ്കൂളിലും SFIക്കാർ മുട്ടായി കൊടുക്കാൻ പോവില്ലേ? എല്ലാ സ്കൂളിലും കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ ഗവൺമെൻറ്റിനോടൊപ്പം അത് ആര് ഭരിച്ചാലും SFIക്കാർ ഉണ്ടാവില്ലേ? അങ്ങനെ മുട്ടായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് വന്നിട്ട് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മുട്ടായി കൊടുക്കാൻ പാടില്ല. മന്ത്രി പോയിട്ട് നിങ്ങൾ മുട്ടായി കൊടുത്തെന്നാണ് പറയുന്നത്. ആരുടെ മണ്ഡലത്തിലാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ്. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? എല്ലാവരും കൂടി ചേർന്നല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നത്? എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നല്ലേ? പ്രവേശനോത്സവമല്ലേ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെതായ ഏതെങ്കിലും നയപരിപാടി അല്ലല്ലോ. പ്രവേശനോത്സവമാണ്, എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഉത്സവമാണ്. അവിടെ പോലും രാഷ്ട്രീയം കണ്ടെത്തി SFIക്കാരെ പ്രത്യേകം മാറ്റി നിർത്തി അവരെ അറസ്റ്റ് ചെയ്ത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് എക്സസൈസാണ് SFIക്കാർ നടത്തുന്നത്. ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ അദ്ദേഹത്തെ എന്ത് പറഞ്ഞും കളിയാക്കിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ കളിയാക്കുകളും തുറന്ന മനസ്സോടെ SFI സ്വീകരിക്കും. പക്ഷേ കളിയാക്കലിനോടൊപ്പം ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ കഴമ്പുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കാൻ തയ്യാറാവണം. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി എല്ലാവരും കൂടി ചേർന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തണം. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ED ആക്രമിച്ചു. കേരളത്തിലെ പല മാധ്യമങ്ങളും ഇന്നലെ കൊടുത്ത വാർത്ത ED ജില്ലാ പ്രസിഡന്റ് ആക്രമിച്ചു എന്നാണ്. പക്ഷേ പോലീസ് തന്നെ പറഞ്ഞു ED ആക്രമിച്ചതിനകത്ത് SFI ജില്ലാ പ്രസിഡന്റ് ഇല്ല. പല മാധ്യമങ്ങളും തിരുത്തി വാർത്ത കൊടുത്തില്ല. നിങ്ങളത് കൊടുക്കും, ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. നിങ്ങളും പലപ്പോഴും അത്തരം വാർത്തകൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഉദ്വേഗജനകതയോടുകൂടി യഥാർത്ഥ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ തിരിച്ച് മാറ്റി പറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾ കഴിയുമെങ്കിലും തിരുത്തി കൊടുക്കുക. അവരെ ED ആക്രമിച്ച കേസിൽ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏത് കേസാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ കേസെടുത്തോട്ടെ. അതിനെയൊക്കെ അതിജീവിച്ച് കേരളത്തിൽ SFI സംഘടനാ പ്രവർത്തനം നടത്തും. ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ആ പോരാട്ടം ഞങ്ങൾ തുടരും.